ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത മാസം ഡിസംബറിൽ ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. നല്ല നല്ല ഫോൺസ് അടുത്ത മാസം വരുന്നുണ്ട്. അപ്പം അപ്കമിങ് ഫോൺസ് ഡിസംബർ 2024 ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല. അപ്പം ഈ മാസം തൊട്ട് നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്ത് എല്ലാ മാസം ചെയ്യുന്നതായിരിക്കും. കാരണം അത്രത്തോളം ഫോൺസ് അടുത്ത മാസം വരാനുണ്ട്. ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഫോണെന്ന് പറയുന്നത് iQOO 13 ആണ്. അത്യാവശ്യം നല്ല ഹൈപ്പിലൊക്കെ വരുന്ന ഫോണാണ്. ഇതിലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലേജ് ചിപ്സെറ്റൊക്കെ വരുന്നുണ്ട്. നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് പ്രോസസ്സർ മാത്രമല്ല, ഡിസ്പ്ലേ ഒക്കെ തന്നെ ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു കിണ്ണം കാച്ചി ഡിസ്പ്ലേ ഒക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നീട് 6000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അങ്ങനെ ഗംഭീര സെറ്റപ്പായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. അപ്പം 3-ാം തീയതി അടുത്ത് തന്നെ ആയി. ഇനിയിപ്പോൾ അത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3-ാം തീയതി ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം വരുന്ന ഫോണെന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് 14 Pro Plus 5G. അപ്പം ഇത് 9-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇപ്പം ഷവോമി ഓരോന്നായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. IP68 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ഈ ഒരു ഫോൺ ഒരു 35,000 ആ ഒരു പ്രൈസ് പോയിന്റിൽ അകത്തായിരിക്കും എന്തായാലും ഉണ്ടാകും. 30-35K അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. എന്നാലും ആ ഒരു പ്രൈസ് പോയിന്റ് IP68 വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സർ ഏതാണെന്ന് അവർ കറക്റ്റായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ക്യാമറ ആണെങ്കിൽ 15 MB ക്യാമറ, അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് അടക്കം ഇതിൽ വരുന്നുണ്ട്. ഓൾറെഡി കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ടെലിഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. ഡിസൈൻ വൈസ് ആണെങ്കിലും അവരുടെ ഷവോമിയുടെ ആ ഒരു ലോഗോയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലുള്ള ഫോണാണെന്നാണ് പറയുന്നത്. അല്ലേ, ആ ഷേപ്പിലുള്ള ക്യാമറ മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി റിയൽമിയൊക്കെ ആ ഒരു ഷേപ്പ് ഓൾറെഡി പണ്ടേ ഇറക്കിയിട്ടുണ്ട്. ഇപ്പാണ് ഷവോമി അവരുടെ സ്വന്തം ലോഗോയുടെ ഷേപ്പ് ഇപ്പാണ് അവർ മനസ്സിലാവുന്നത്. അപ്പോൾ ഓൾറെഡി റിയൽമിയൊക്കെ അവിടെ ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയൽമിയുടെ ഒരുപാട് ബഡ്ജറ്റ് റേഞ്ച് ഫോൺസ് ആ ഷേപ്പിലൊക്കെ വരുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഡിസൈനിൻ്റെ ഭാഗത്തൊന്നും പറയാനില്ല. എന്നാലും ഗ്ലാസും വീഗൽ ലെതറൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഏതൊരു ഫോണിനും ആ പറയുന്ന പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ തന്നെ അതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള റിയൽമി 14 സീരീസും വരുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഒക്കെ ആകുമ്പോൾ ആ ഒരു ഫോൺ കൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിൽ അത്യാവശ്യം സീരീസൊക്കെ വരും. അപ്പം ഓൾമോസ്റ്റ് ഇതിൻ്റെ പോലെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. റെഡ്മി റിയൽമി തമ്മിലൊരു കോമ്പറ്റീറ്റർ ആണല്ലോ. അപ്പം ആ റേഞ്ച് സ്പെസിഫിക്കേഷൻസ് റിയൽമിയിൽ എന്തായാലും വരുന്നതായിരിക്കും. സോ നോക്കാം. റിയൽമി ആകുമ്പോൾ അവരുടെ മെയിൻലി ക്യാമറ ആയിരിക്കും അതിൽ ഇതിലും മെയിൻ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. എന്നാലും റിയൽമി കുറച്ചും കൂടെ ബെറ്റർ. റിയൽമിയുടെ ക്യാമറ നല്ല ഫോട്ടോസൊക്കെ അതിൽ കിട്ടും. റിയൽമിയുടെ 13 ആണെങ്കിലും 12 സീരീസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. മെയിൻലി നല്ല ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട്. സോ റിയൽമിയുടെ നമ്പർ സീരീസും ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും വരുന്നതായിരിക്കും. പിന്നീട് iQOOയുടെ Neo 10 Pro. ഓൾറെഡി Neo 9 Pro എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബെസ്റ്റായിട്ടുള്ള ഫോൺ. ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ള മോഡലാണ്. അപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എന്തായാലും ലോഞ്ച് ചെയ്യും. അതിലാണെങ്കിൽ Dimensity 9400 ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. സോ സ്നാപ്ഡ്രാഗൺ ഒന്നും വരുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ചിപ്സെറ്റാണ്. ഒരു 40-45 ആ റേഞ്ചാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ iQOOയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കൂടി വരുന്നതായിരിക്കും. സോ അത്യാവശ്യം നല്ല ഫോണായിരിക്കും കേട്ടോ. 9 Pro നല്ല ഫോണല്ല. അതിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം ഡിസൈനും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം ആ ഒരു കിടലനായിട്ടൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള iQOOയുടെ ഫോണും കൂടെ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ്, അവർ കറക്റ്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും വരുന്നതായിരിക്കും. പിന്നീട് വിവോയുടെ X100 അറിയാമല്ലോ, ക്യാമറയിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്. അപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ X200 സീരീസ് വരുന്നുണ്ട് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം. ഈ മാസം ലാസ്റ്റ് ആയിരിക്കും മെയിൻലി ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ അതിലാണെങ്കിൽ ക്യാമറ പറയണല്ലോ, 15 MB ഒരു ഡുവൽ ക്യാമറ വരുന്നുണ്ട്. 200 MB ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. സൂമൊക്കെ അങ്ങ് അറ്റത്തേക്ക് വരെ സൂം ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഫോണാണ്. അപ്പോൾ അങ്ങനെ സാംസങ് S അൾട്രേനൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റർ ഉള്ള ഫോണാണ്. അപ്പം ബെസ്റ്റ് ക്യാമറ ഔട്ട്പുട്ട് വരും. 6000 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ Dimensity 9400 ചിപ്സെറ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ പ്രോസസ്സർ മെയിൻലി അതായിരിക്കും ഉണ്ടാകും. സ്നാപ്ഡ്രാഗൺ നോർമൽ ഒരു വെക്കാറില്ല. അപ്പം അങ്ങനൊരു ബെസ്റ്റ് ക്യാമറ ഫോൺ കൂടി വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ഫോണായിരിക്കും കേട്ടോ. ക്യാമറയിൽ മെയിൻലി കിട്ടുന്ന ഫോണായിരിക്കും. ക്യാമറ വൈസ് ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ OnePlus 13 സീരീസും കൂടെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ
ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite ആണ് ചിപ്സെറ്റൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. IP68 റേറ്റിംഗ് ഉണ്ടാവും, 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. 6000 mAh ബാറ്ററി, 15 MB ട്രിപ്പിൾ റിയർ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഫോൺസാണ് OnePlus ഇറക്കാറ്. അവരുടെ ആ ഒരു പഴയ ഓക്സിജൻ OS എന്നൊരു വിട്ട് പിന്നെ ഗ്രീൻ ലൈനൊക്കെ വന്ന് അങ്ങനെ അത്യാവശ്യം കുറേ ഇഷ്യൂസൊക്കെ വന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ പണ്ടൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഒക്കെ ഉണ്ടായൊരു മോഡലാണ് OnePlus. ഇപ്പാണ് കുറച്ചൊന്ന് താന്നു പോയത്. നല്ല നല്ല ഫോൺസൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂ ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിലൊക്കെ ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു OnePlusൻ്റെ 13 സീരീസും വരുന്നുണ്ട്. പിന്നീട് ഷവോമിയുടെ 15 സീരീസ് അത്യാവശ്യം നല്ല കിടിലൻ ഫോൺസാണ് ഷവോമി 15 സീരീസിലൊക്കെ വരാറ്. അപ്പം അതും മേ ബി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite ചിപ്സെറ്റ് വരുന്നതായിരിക്കും, 15 MB ക്യാമറ വരുന്നതായിരിക്കും, 5500 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് വരുന്നതായിരിക്കും. മെയിൻലി അടുത്ത മാസം വരാൻ വേണ്ടി പോകുന്ന എല്ലാം തന്നെ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഫോൺസാണ്. ബഡ്ജറ്റ് റേഞ്ച് വരികയാണെങ്കിൽ നേരത്തെ ഒന്നും അവർ പറയില്ല, പെട്ടെന്നായിരിക്കും ആ ഒരു ലോഞ്ച് കൺഫേം ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മോട്ടോള ഫോൺസൊക്കെ അത്യാവശ്യം പുതിയ മോഡൽ വരാൻ ടൈമായി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഫോൺസൊക്കെ വരുന്നുണ്ട്. അപ്പം മെയിൻലി ഫ്ലാഗ്ഷിപ്പ് ഡിവൈസും കുറച്ചും കൂടെ മുന്നേ ലോഞ്ചും അങ്ങനെ കൺഫേം ഒക്കെ ചെയ്ത് പറയാറ്. ബഡ്ജറ്റ് റേഞ്ച് ആ ഒരു സമയമാകുമ്പോൾ പെട്ടെന്ന് ലോഞ്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ലോഞ്ച് ചെയ്യാറാണ് പതിവ്. അപ്പം അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയിലും ഒരുപാട് ബഡ്ജറ്റ് ഫോൺസൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഫോൺസാണ് അടുത്ത മാസമൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല നല്ല ഫോൺസൊക്കെ വരുന്നുണ്ട്. സോ സ്മാർട്ട് ഫോൺസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വാങ്ങാം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇനി ഈ മാസം ഞാൻ പറഞ്ഞു ഇപ്പം വാങ്ങണ്ട അടുത്ത മാസം, അപ്പം അടുത്ത മാസം അങ്ങനെ ഓരോ ഫോൺസ് ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നാലും ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, 2 മാസം വെയിറ്റ് ചെയ്യുക. കാരണം ഈ പുതിയ ചിപ്സെറ്റായിട്ടുള്ള ഫോൺസ് ഒരുപാട് ഫോൺസ് വരാനാണ്. ഇപ്പോൾ ഒന്ന് ലോഞ്ച് ചെയ്തില്ല, റിയൽമി GT7 Pro ലോഞ്ച് ചെയ്തേയുള്ളൂ. ബാക്കി ഒരുപാട് ഫോൺസ് ഈ ചിപ്സെറ്റ് വെച്ചിട്ടുള്ള ഫോൺസ് ഇറങ്ങാനുണ്ട് അത്രേ. അപ്പോൾ ജസ്റ്റ് 2 മാസം കൂടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഫോൺ വാങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പോഴേ പോയിട്ട് ഇറങ്ങിയാൽ പോയിട്ട് വാങ്ങരുത്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, നല്ല ഫോൺസ് വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.